ഫാബ്സ് വീൽസിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നാൽ ഇന്നൊരു റൈഡ് വീഡിയോ അല്ലെങ്കിൽ ഓട്ടോമോട്ടീവ് വീഡിയോസ് ഒന്നുമല്ല. ഇന്ന് ഞാനുള്ളത് ഇവിടെ വള്ളാർപാടത്താണ്. നമുക്കിവിടെ നമ്മുടെ ഫ്രണ്ട്സിന് കുറച്ച് ചെമ്മീൻ കെട്ട് അതുപോലെ തന്നെ കരിമീൻ്റെ കൃഷിയും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് അതൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. ശരിക്കും ഭയങ്കര കാണാൻ ഭംഗിയുള്ളൊരു സ്ഥലമാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ കുമ്പളങ്ങി നൈറ്റ്സിലൊക്കെ കണ്ടിട്ടുള്ള സ്ഥലങ്ങളില്ലേ, അതേ സെയിം ഉള്ള സ്ഥലങ്ങളാണ്. അപ്പോൾ അത്യാവശ്യം അവർ കരിമീനും കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ അവരുടെ കുറച്ച് ഏർമാടം അങ്ങനെയുള്ള കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്. വളരെ രസകരമായിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് എന്തായാലും അതിൻ്റെ വിശേഷങ്ങളിലോട്ടൊന്ന് പോവാം. ഇതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക്കാണ്. ഇത് കയറി വേണം നമ്മൾ മുന്നോട്ട് പോകാൻ. ഞാനിപ്പോൾ വീഡിയോ എടുത്തുകൊണ്ട് ഇപ്പോൾ അമൽ അതിലേക്ക് കൂടെ നടക്കുന്നുണ്ട്. അവനെൻ്റെ ഹെൽമെറ്റൊക്കെ പിടിച്ചിട്ട് നടക്കുകയാണ്. സൂക്ഷിച്ച് നടന്നില്ല എന്നുണ്ടെങ്കിൽ വെള്ളവും ഫോണും എല്ലാം കൂടെ വെള്ളത്തിലായിരിക്കും വീഴാൻ പോകുന്നത്. അപ്പോൾ ഈ പാലം കയറിയിട്ട് വേണം നമുക്ക് അമലിൻ്റെ വീട്ടിലോട്ട് വരാൻ. അമലിൻ്റെ വീടും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് വേറൊരു വീഡിയോയിൽ കാണിക്കാം. അമലിൻ്റെ അമ്മ ഇപ്പോൾ ബാങ്കിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അമ്മ വന്നിട്ട് ശേഷം നമുക്ക് ബാക്കിയുള്ളതൊക്കെ കാണിക്കാം. ഇപ്പോൾ നമ്മൾ പാലം കയറി ഇപ്പുറത്ത് വന്നു. ഇതാണ് ആ ഒരു കാഴ്ച. നമ്മളിപ്പോൾ നിൽക്കുന്നത് വല്ലാർപാടത്താണ്. ശരിക്കും നിങ്ങൾ ഈ കാണുന്നൊരു ചെറിയ കലം കൊണ്ടല്ലോ, ഈ ചെറിയൊരു പാലം, ഇതെന്ന് പറയുന്നത് അതിൻ്റെ അപ്പുറത്തെ സൈഡ് എന്ന് പറയുന്നത് പനമ്പുകാടാണ്. അപ്പോൾ ശരിക്കും ബോർഡറാണ്. വല്ലാർപാടം പനമ്പുകാട് എന്ന് പറയുന്നത് രണ്ട് വില്ലേജസാണ്. അതിൻ്റെ ഒരു ബോർഡറാണ് നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു കലം. അപ്പോൾ ഇവിടെ ഇപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു പഴയ പാലമാണ് അല്ലേ? അപ്പോൾ നമുക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരാനായിട്ട് അമലൂടെ ഉണ്ട്. അമലിന് ക്യാമറയിൽ വരാൻ ചെറിയ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അമലിൻ്റെ സൗണ്ടിലൂടെ ആയിരിക്കും നിങ്ങൾ അമലിനെ കേൾക്കുക. അപ്പോൾ എനിവേ നമുക്ക് ഇതാണ് ഞാൻ പറഞ്ഞിട്ടുള്ള ആ ഒരു പാലം. എന്തായാലും ഇതൊക്കെ എന്ന് പറയുമ്പോൾ കരിമീൻ കെട്ടും അതുപോലെ തന്നെ ചെമ്മീനുണ്ടല്ലേ, ചെമ്മീനുണ്ട്. അപ്പോൾ ഇവരിപ്പോൾ ഇവിടെ ഇട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ കാണാൻ എന്താണ് പ്രത്യേകം എന്ന് പറഞ്ഞാൽ ഇവിടെ കുറേ കണ്ടൽക്കാടുണ്ട്. നമുക്ക് അതിനിടയിൽ കൂടെയൊക്കെ പോകാം. പിന്നെ ഇവരുടെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ട്, പ്രൈവറ്റ് ആയിട്ടുള്ള കുറേ സ്പോട്ടുകളൊക്കെ ഉണ്ട്. അതൊക്കെ നമുക്കൊന്ന് കവർ ചെയ്യാം. നിങ്ങൾ കണ്ടോ, ആ കാണുന്ന ഫുള്ള് കണ്ടൽക്കാടാണ്. ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രകൃതിയുടെ ഒരു ഡൈവേഴ്സിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. ഒരുപാട് പക്ഷികളും അതുപോലെ തന്നെ ഒരുപാട് ജീവജാലങ്ങളൊക്കെ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥിതിയാണത്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു ആവാസ വ്യവസ്ഥിതിയാണത്. അപ്പോൾ അതിനെയൊക്കെ നമ്മൾ എന്താ പറയുക, നല്ല രീതിയിൽ സംരക്ഷിച്ച് കൊണ്ടുപോകേണ്ടത് നമ്മുടെ ഒരു ആവശ്യകതയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ ഇനിയിപ്പോൾ നമ്മൾ നോക്കാം, ഇതിപ്പോൾ ഞാൻ പറഞ്ഞു ഇതൊരു കണ്ടലിൻ്റെ ഒരു ചെറിയൊരു ചെറിയൊരു മരത്തിൻ്റെ ഒരു സംഭവമാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ ഒരു വലിയതാണ് നമ്മൾ ഈ ഭാഗത്തായിട്ട് കാണുന്നത്, ഒരു ദ്വീപ് പോലെ കാണുന്നത്. ഇതിനിടയ്ക്കൊക്കെ ശരിക്കും മത്സ്യങ്ങളും അതുപോലെ തന്നെ അതിനെ പിടിക്കാൻ പറ്റുന്ന കുക്കോളും ഒരുപാട് സംഭവങ്ങളുണ്ട്. പിന്നെ ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ പോകുന്നത് ഈ ഒരു കരിമീൻ കെട്ടിലോട്ടാണ്. ഈ നെറ്റിട്ടിരിക്കുന്ന കാണുന്നൊരു കരിമീൻ കെട്ടാണ്. എത്രത്തോളം മീനുണ്ടാവും ഇതിനകത്ത്? 5000 മുകളിൽ മത്സ്യങ്ങളാണ് ഇപ്പോൾ ഇതിനകത്ത് അവർ ഇട്ടിട്ടുള്ളത്. നമുക്കിതിനകത്ത് ബ്രീഡിങ്ങും ചെയ്യുന്നുണ്ട്. ഇത് കണ്ടാൽ അറിയാൻ പറ്റും. ആ മുകളിൽ അവർ നെറ്റിട്ടുണ്ട്. ഈ വേറെ പക്ഷികളൊക്കെ വന്നിട്ട് കൊക്കൊക്കെ വന്നിട്ട് ഓക്കെ. അപ്പോൾ ഇവിടുത്തെ ഉള്ളവർ തന്നെയാണ് ഈ ഒരു കരിമീൻ കെട്ട് ഇവിടെ ചെയ്യുന്നത്. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും. എനിക്ക് ഇതിനകത്ത് ഗോപ്രോയുടെ സ്ക്രീനിൽ ബാക്ക് ലൈറ്റ് ഓഫ് ആയതാണ് എനിക്ക് കാണാൻ പറ്റുന്നില്ല. എനിവേ അത്യാവശ്യം ഒരു വലിയ ചെമ്മീൻ കെട്ടാണ്. ഈ 5000 എണ്ണം കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എത്ര എണ്ണം കിട്ടും ഔട്ട്? കരിമീൻ അങ്ങനെ ഡെഡ് ഒന്നുമില്ല. നിങ്ങൾ വളർത്തുന്ന നാടൻ കരിമീനാണോ? നാടൻ കരിമീനാണ്. ഇവർ നാടൻ കരിമീനാണ് ഇടുന്നത്. അത്യാവശ്യം നല്ലൊരു ഔട്ട്പുട്ട് തന്നെയുണ്ട്. അല്ലാതെ ഈ മീൻസ് കുറച്ച് ഹൈബ്രിഡ് ഇനങ്ങളെ പോലുള്ള ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പിന്നെ ഈ ഒരു പരിസ്ഥിതി ഇതിന് പറ്റുന്ന ഒരു ഈവൻ ആ ഒരു നേച്ചറൊക്കെ അതിന് പറ്റുന്ന ആയതുകൊണ്ട് തന്നെ അങ്ങനത്തെ ഉള്ളൊരു ബുദ്ധിമുട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ എന്നെ ശരിക്കും എക്സൈറ്റഡ് ആക്കിയൊരു സംഭവം എന്ന് പറഞ്ഞാൽ ശരിക്കും ആ നടന്നു വരുന്ന വരമ്പും ശരിക്കും ആ കുമ്പളങ്ങി നൈറ്റ് ഫിലിമിൽ നമ്മൾ കാണുന്ന സ്ഥലം പോലെ തന്നെയുണ്ട്. അതല്ല, പക്ഷേ ഇത് വല്ലാർപാടമാണ്. അങ്ങനെ തന്നെ ഉള്ളൊരു സ്ഥലമാണ്. ഇനി ബാക്കി ഇതിൻ്റെ കുറേ കാര്യങ്ങളുണ്ട്. നമുക്ക് ഫ്രണ്ടിലോട്ട് പോയിട്ട് നോക്കാം. ഇപ്പോൾ അമൽ നടന്നു പോകുന്നുണ്ട്. രണ്ട് സൈഡിലും കണ്ടലിൻ്റെ കാടാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു ഡ്രോണൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ നല്ല ഷൂട്ട് നമുക്ക് എടുക്കാമായിരുന്നു.
ഡ്രോണിൻ്റെ ഒരു അഭാവം ശരിക്കും ഉണ്ട്. അപ്പോൾ ഈ സൈഡിൽ നിങ്ങൾക്ക് അവിടെ ഞാൻ എടുത്ത ആ ഒരു വീഡിയോ നിങ്ങൾക്ക് ഈ സൈഡിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ട്. അടിപൊളി ഒരു സ്ഥലമാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഫോട്ടോഷൂട്ടിനൊക്കെ പറ്റിയ ഒരു സ്ഥലമാണ്. ഇവർ പിന്നെ ഇത് പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഇവിടെ ആരും വലുതായിട്ട് ആരും വരാറില്ല. ഇപ്പോൾ നമ്മൾ ഇങ്ങനത്തെ ഒരു സംഭവമായിട്ട് വന്നപ്പോഴത്തേക്ക് അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്യാനാണ് ഞാൻ ഉദ്ദേശിച്ചത്. എന്തായാലും കണ്ടലിൻ്റെ ആ ഒരു കാര്യങ്ങളൊക്കെ ശരിക്കും കണ്ടലിൻ്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ പ്രകൃതിയുടെ ഒരു എന്താ പറയുക ആവാസ വ്യവസ്ഥയുടെ ഒരു വാള് പോലെ തന്നെയാണ് ഈ ഒരു കണ്ടൽ കാടുകൾ നിലകൊള്ളുന്നത്. പല സ്ഥലങ്ങളിലും അതിൻ്റെ ആ ഒരു മാൻഗ്രൂവ് ഫോറസ്റ്റ് എന്നൊക്കെ അവർ പറയാറുണ്ട്. അപ്പോൾ അതിൻ്റെ ആ ഒരു സേവിങ് അത് സേവ് ചെയ്ത് വെക്കുന്ന ആ ഒരു ജലസമ്പത്തിൻ്റെ ആയാലും മത്സ്യസമ്പത്തിൻ്റെ ആയാലും ഒക്കെ അളവെന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര കൂടുതലാണ്. ശരിക്കും വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള കണ്ടൽ കാടുകളൊന്നും നമുക്കങ്ങനെ പോകാൻ പറ്റത്തില്ല. പിന്നെ ഇനി ഇവന്മാരുടെ കുട്ടികളുടെ കുറച്ച് പ്രൈവറ്റ് സ്പോട്ടുകളുണ്ട്. അതാണ് ശരിക്കും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം. ഈ കണ്ടൽ മരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ വേര് കണ്ടിട്ടില്ലേ, ഈ വേര് അത്യാവശ്യം കുറേ വളർന്നു കഴിയുമ്പോഴത്തേക്ക് നല്ലപോലെ ഇത് ടൈറ്റാവും. ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒടിച്ച് മാറ്റാനായിട്ടൊന്നും പറ്റത്തില്ല. നല്ല ശക്തിയേറിയ വേരുകളാണ്. ഇത് ഇപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്നൊരു പഴയ വീട്. അല്ല ആ വീട് നമുക്ക് നോക്കിയാലോ, ജസ്റ്റ് കയറിയിട്ട് വരാം. വാ, ഒരു പഴയ വീടാണ്. ആണോ? ഇവിടെ നിങ്ങൾ നോക്കിയേ, ശരിക്കും മൂന്ന് സൈഡിലും കണ്ടലിൻ്റെ ആ ഒരു ബോർഡർ പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. 3 സൈഡും കണ്ടൽ കൊണ്ട് കവേർഡാണ്. ഇവിടെ ഇതിനകത്ത് ഫിഷ് ഇല്ലേ? ഇതിനകത്ത് ഫിഷ് ഇട്ടിട്ടില്ലേ? ഇതിൽ നമ്മൾ ഫിഷ് ഒന്നും ഇട്ടിട്ടില്ല. പക്ഷേ അത്യാവശ്യം ഫിഷ് ഫാമിങ് ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയ ആണ്. ഇത് ആളുകളുടെ സ്ഥലം തന്നെയാണ്, വേറെ ആളുകളുടെ സ്ഥലമാണല്ലേ? ഇതിലൊന്നും ഇട്ടിട്ടില്ല. അത്യാവശ്യം ഞാൻ പറഞ്ഞില്ലേ, ഒരുപാട് ദേശാടന കിളികളും ഒക്കെ വന്ന് കൂട് വയ്ക്കാറുള്ള ഒരു സ്ഥലമാണ്. ഇപ്പോൾ ഈ ഒരു സമയത്തൊക്കെ അവരുടെ ഒരു കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഫുഡൊക്കെ തേടിയിട്ട് അവർ പോയിട്ടുണ്ടാവും. നല്ലൊരു കാണാൻ കിടിലമാണ്. പക്ഷേ അത്യാവശ്യം നല്ല വെയിൽ ഇവിടെ ഉണ്ട്. കൊക്കിൻ്റെ ഇഷ്ടം പോലെ ഈ ശരിക്കും പറഞ്ഞാൽ കണ്ടൽക്കാടുകൾ എന്ന് പറയുമ്പോഴത്തേക്ക് കൊക്കുകളുടെ ഒരു ആവാസ വ്യവസ്ഥിതി തന്നെയാണ്. ദേശാടന പക്ഷികളിൽ മെയിനായിട്ട് വരുന്ന ഈ കൊക്കുകളൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ മൈഗ്രേറ്റഡ് ബേർഡ്സിൻ്റെ ഒക്കെ ഒരു ആവാസ വ്യവസ്ഥിതി തന്നെയാണ് ഈ കണ്ടൽക്കാടുകൾ. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങൾ നോക്കാം. നമ്മളിപ്പോൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ടോ, ശരിക്കും പറഞ്ഞാൽ ഈ മരങ്ങളൊക്കെ നാച്ചുറലി തന്നെ വീണ് അതിൻ്റേതായ ഒരു ആവാസ വ്യവസ്ഥയിലാണ് കിടക്കുന്നത്. പിന്നെ പറഞ്ഞാൽ ഇപ്പം നമ്മുടെ ഇപ്പുറത്തെ സൈഡിൽ ചെമ്മീൻ, ഇതൊരു വഴിയാണ്, ഒരു ശരിക്കും നല്ല നീളത്തിലുള്ള ഒരു വഴിയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഇപ്പോൾ ഇവിടെ നിന്ന് കാണാൻ പറ്റുന്നുണ്ട്. ആ കാണുന്ന പാലം ഏതാ? ആ പാലം റെയിൽ നമ്മുടെ ഏറ്റവും നീളം കൂടിയ റെയിൽ ബ്രിഡ്ജാണല്ലേ? അല്ലേ? വല്ലാർപാടത്തെ റെയിൽ ബ്രിഡ്ജാണ് നമ്മളവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഇവിടെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ ഈ കാണുന്ന ഇപ്പോൾ ഇവിടെ ചെളി എടുത്തിട്ടുണ്ട്. ഇവിടെ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ചെമ്മീനില്ലേ, ചെമ്മീൻ്റെ കൃഷിക്ക് വേണ്ടിയിട്ട് അവർ സ്ഥലം റെഡിയാക്കി ഇട്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെയാണ് നിങ്ങൾ ഈ കാണുന്ന ആ ഒരു ചെളി എടുത്ത് റെഡിയാക്കി ഇട്ടിരിക്കുക. ഇനി ഇതിൻ്റെ പ്രോസസ്സ് എന്തായിരിക്കും നെക്സ്റ്റ്? ആഴം കൂട്ടിയിരിക്കുക അല്ലേ? ആഴം കൂട്ടിയിട്ടാണ് അവർ ഈ ചെമ്മീൻ വളർത്തുന്നത്. നല്ല കുറേ കാഴ്ചകളുണ്ട്. ഞാൻ പറഞ്ഞില്ല, ഒരു കൊക്ക് ദൂരെ അവിടെ ആയിട്ട് ഇരിപ്പുണ്ട്. ശരിക്കും പ്രകൃതിയുടെ തന്നെ ഒരു അനുഗ്രഹീതമായിട്ടുള്ള ഒരു നാച്ചുറലായിട്ടുള്ള ഒരു ഡെൻസ് ഫോറസ്റ്റ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. കാര്യം ഇതിനിടയ്ക്കോട്ട് നമുക്ക് നോക്കി കഴിഞ്ഞാൽ കാണാൻ പറ്റും. ഞാൻ വേരിൻ്റെ കാര്യം പറഞ്ഞായിരുന്നല്ലോ, ആ വേരുകൾ തന്നെ പല രൂപത്തിലായിട്ട് മാറും. അതിൽ നമുക്ക് നല്ല സ്ട്രോങ് ആയിട്ടുള്ള രീതിയിലുള്ള ഇതുണ്ടാവും. അപ്പോൾ അവർ എൻ്റെ ഫ്രണ്ട്സാണ്. അപ്പോൾ അവന്മാരവിടെ ചെറിയൊരു സ്റ്റേ പോലെ ഒരു സംഭവം ചെയ്തിട്ടുണ്ട്. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരാം. ഇപ്പോൾ അതിൻ്റെയൊക്കെ ഒരു ചെറിയ ഫോമാണ് നിങ്ങളിവിടെ കാണുന്നത്. ആ വേരുകളൊക്കെ നിൽക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ തന്നെ നല്ല സ്ട്രോങ് ആണല്ലേ വേര്? ഈ വേരുകളാണ് ശരിക്കും ഈ കണ്ടൽക്കാടിനെ നല്ല രീതിയിൽ ഈ ഒരു കണ്ടലിനെ ഈ ഭൂമിയിൽ ഉറപ്പിച്ച് നിർത്തുന്നത്. വളരെ സ്ട്രോങ് ആയിട്ടുള്ള വേരുകളാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും വന്ന തൊട്ടും മോശമായില്ല. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു സംഭവം തന്നെയാണ്. നമ്മൾ ശരിക്കും ഇതിനെ സംരക്ഷിച്ച് നിർത്തേണ്ട ആ ഒരു പ്ലാന്റ് തന്നെയാണ് ഈ കണ്ടലെന്ന് പറയുമ്പോഴത്തേക്ക്. പ്രകൃതിയുടെ ഒരു ഞാൻ പറഞ്ഞില്ല, ഓൾറെഡി ഒരു കവറിങ് പോലെയാണ് അത് ചെയ്യുന്നത്. ഇതിനിടയ്ക്കൊക്കെ തന്നെ ഒരുപാട് ജലജീവികളും ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടാവും. ഇല്ലാതിരുന്ന സമയത്ത് നമ്മൾ ഞണ്ടൊക്കെ പിടിക്കുമായിരുന്നു ഇവിടെ. അതുപോലെ തന്നെ വേറൊരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഞണ്ടിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ ഞണ്ടിൻ്റെ ഏറ്റവും കൂടുതലുള്ളൊരു സംഭവമായിരുന്നു. ആ ഞണ്ടിൻ്റെയൊക്കെ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല വലിപ്പമുള്ള ഞണ്ടുകളൊക്കെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ എന്തോ ഒരുപാട് സംഭവങ്ങൾ കേട്ടപ്പോൾ ഞണ്ടിൻ്റെ ഇതെല്ലാം മാറിയിട്ടുണ്ടല്ലേ. ഇപ്പോൾ ഈ കണ്ടലിൻ്റെ വേരിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലേ, ശരിക്കും ഇവിടെ പണി നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ കാണാൻ പറ്റുന്നുണ്ടാവും. അപ്പോൾ അതുപോലെ തന്നെ ഇവിടെ കണ്ടൽ കൊണ്ട് തന്നെ ഒരു ആവാസ വ്യവസ്ഥ കൊണ്ട് തന്നെ ഒരു ശരിക്കും ഒരു ഗുഹ പോലൊരു സംഭവം ശരിയായിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ കയറുന്നത് അതിനകത്തോട്ടാണ്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടായിരിക്കും. അത് അത്യാവശ്യം നല്ലൊരു ഷെൽട്ടർ പോലെ തന്നെ അതിങ്ങനെ ഫോം ചെയ്തിട്ടുണ്ട്. കണ്ടലിൻ്റെ കാടെന്നൊക്കെ പറയത്തില്ലേ, ഭയങ്കര ഡീപ്പായിട്ടുള്ളൊരു സംഭവമാണ്.
ആ വേരിൻ്റെയൊക്കെ ഇത് കണ്ടില്ല, വേരിൻ്റെയൊക്കെ ഒരു സ്ട്രോങ് എന്ന് പറഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ് വേരെന്നൊക്കെ പറയുമ്പോൾ. ഇവിടെ ഒരു ഗുഹ പോലെ ആയിട്ടുണ്ടല്ലേ, കണ്ടല്ലേ? ഈ മുകളിൽ നോക്കിയാലും നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ശരിക്കും പറയാം ഇതൊരു ഗുഹ പോലെ ആയിട്ടുണ്ട്. ഇനി ഇതിനേക്കാളും എക്സൈറ്റിംഗ് ആയിട്ടുള്ള ഒരു സംഭവമുണ്ട്, അത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. കം. നിങ്ങൾ ഈ കാണുന്നൊരു ട്യൂബ് കണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഈ ട്യൂബ് വെച്ചിട്ടാണ് ഇവർ ഈ പാടത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ മീനെ നോക്കാനൊക്കെ ആയിട്ട് പോകുന്നത്. നല്ലൊരു കാഴ്ചയല്ലേ? ഈ ട്യൂബ് പഞ്ചറായി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? വെള്ളത്തിൽ പോകില്ലേ? ആഴമില്ല ചേട്ടാ, ആഴമില്ല, അത്യാവശ്യം ആഴക്കുറവാണ്, അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും. പക്ഷേ ശരിക്കും നല്ലൊരു കാഴ്ചയാണ്, ഇത് നോക്കിയാൽ നമുക്കറിയാം. ഈ ഒരു ചെറിയ ട്യൂബിനകത്താണ് അവർ ആ കണ്ടലിൻ്റെ ഇടയ്ക്കൊക്കെ പോകുന്നു, അവിടെ മീനിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നു. ശരിക്കും ഇവരെ ഈ വർക്കൊക്കെ കഴിഞ്ഞിട്ട് കുറച്ചൊന്ന് എൻജോയ് ചെയ്യുന്നത് കുട്ടികളുടെ ഒരു സ്ഥലമുണ്ട്, നല്ല രസമാണ് കാണാൻ. അതാ ഇപ്പം നിങ്ങൾ അമലിങ്ങോട്ട് പോകുന്നുണ്ട്. എന്താ അമല ഇത്? ശരിക്കും പറഞ്ഞാൽ കണ്ടലിൻ്റെ കാട് അവർക്കൊരു ഷെൽട്ടറാക്കിയിട്ട് മാറ്റിയിരിക്കുകയാണ്. കണ്ടോ, പേരുകൾ കൊണ്ടൊരു ഏർമാടം എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ശരിക്കും ബിയറിൻ്റെ കുപ്പികളൊക്കെ വെച്ചിട്ട് അതെല്ലാം അലങ്കരിച്ചിട്ടുണ്ട്. ഇവിടെ വന്നിരിക്കുമ്പോൾ ശ്രദ്ധിക്കണമല്ലോ, കുപ്പി തല വീഴുമോ? ഇല്ല, അങ്ങനത്തെ പ്രശ്നമില്ല. ശരിക്കും നിങ്ങൾ കണ്ടോ, ഈ വേരുകളാണ് ഇതിനെ താങ്ങി നിർത്തുന്നത്. ആ വേരിൽ ഇവരൊരു ഷെൽട്ടർ പോലെ കെട്ടിയിട്ടാണ് ഇവിടെ ഇരിക്കുന്നത്. ശരിക്കും നല്ല തണലുണ്ടല്ലോ ഈ ഭാഗത്ത്, അല്ലാതെ ഭയങ്കര അത്യാവശ്യം നല്ല ചൂടാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കണ്ടൽക്കാടിൻ്റെ കാഴ്ചകളൊക്കെ. അപ്പോൾ എനിവേ എന്തായാലും നിങ്ങളെ കാണിച്ചു തരാൻ പറ്റിയതിൽ ഭയങ്കര സന്തോഷമുണ്ട്. അപ്പോൾ വീണ്ടും ഒരു പുതിയ സ്ഥലമായിട്ട് നമ്മൾ വീണ്ടും തിരിച്ചു വരും. എനിവേ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ ഞാൻ അടുത്ത വീഡിയോയിൽ നിങ്ങളോട് ഷെയർ ചെയ്യുന്നതാണ്. ഏത് സ്ഥലമാണ് അങ്ങനെയുള്ള ഡീറ്റെയിൽസൊക്കെ ഫുള്ള് ഷെയർ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞു, നമ്മുടെ വീഡിയോസിൻ്റെ ആ ഒരു ഇത് മാറുകയാണ്. ദാറ്റ് മീൻസ് റിവ്യൂ വീഡിയോസ് മാത്രമല്ല, നമ്മുടെ ചാനലിൽ നമുക്ക് ട്രാവൽ വീഡിയോസ് ഉണ്ടാവും. അതുപോലെ തന്നെ നമ്മൾ ഓൾറെഡി ട്രാവൽ ചെയ്യുന്നുണ്ട്, അതിൻ്റെ വാൻ ലൈഫാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളായിട്ട് നമ്മൾ മുന്നോട്ട് പോകുന്നുണ്ട്. വണ്ടി നമ്മൾ സെലക്ട് ചെയ്തിട്ടുണ്ട്. എന്തായാലും വരും മാസങ്ങളിൽ അതിൻ്റെ അപ്ഡേറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇങ്ങനെയുള്ള ചെറിയ റെയറായിട്ടുള്ള ചില സ്ഥലങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഇനിയും നിങ്ങളുടെ മുന്നിൽ വരുന്നതാണ്. അപ്പോൾ എന്തായാലും ആരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, ഷെയർ ചെയ്യാൻ മറക്കണ്ട, എനിവേ കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. എനിവേ ഫാബ്സ് ഓൺ വീൽസിൻ്റെ ഒരു പുതിയ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. എല്ലാവർക്കും ഒരു ബിഗ് താങ്ക്സ്.